ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വ്യൂ. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തൊരു വർക്കാണ്, എങ്കിലും അതൊന്ന് കാണിക്കുകയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. ഞാനിവിടെ ഒരു വൈറ്റ് കളർ ക്ലോത്തിൽ ഒരു ആലിലെ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഗ്രീൻ കളർ എടുക്കുകയായിരുന്നു കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് പിന്നീട് തോന്നി കേട്ടോ. അതിനുശേഷം ഞാനൊരു നടുവിലൊരു മിറർ അറ്റാച്ച് ചെയ്തിട്ട് അതിന് ഒരു ഗ്രീൻ കളർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തുന്നി പിടിപ്പിച്ചതാണ്. ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും, അതല്ലാതെ നമ്മൾ തുന്നി പിടിപ്പിച്ചതാണിത്. അത് കൂടാതെ നമ്മൾ സൈഡ്സ് കൊടുത്തിരിക്കുന്നത് ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. പക്ഷേ ഞാനതൊന്ന് കുറച്ചിങ്ങനെ ചെരിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ബോർഡറിൽ നമുക്കങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഇനി നമ്മൾ നടുവിൽ യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ ബീഡ്സ് ആണ്. മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നത് തുന്നി പിടിപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ഗമ്മ് വെച്ച് ഒട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയും ചെറിയ ബീഡ്സാണ്. നിങ്ങൾ ഗമ്മ് ആദ്യം അപ്ലൈ ചെയ്ത ശേഷം അതിനുശേഷം മൈക്രോ ബീഡ്സ് ഒന്ന് കൊട്ടി വയ്ക്കുക, അത്യാവശ്യം കുറച്ചധികം കൊട്ടി വയ്ക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാസ് ഒന്ന് തട്ടിക്കളയണം. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ കാണും. അപ്പോൾ നമുക്കത് അവസാനം ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ചും കൂടി ഗമ്മ് തേച്ചിട്ട് ഇതേപോലെ നമ്മൾ മൈക്രോ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അതിന് ചുറ്റും ഞാൻ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലീഫിൻ്റെ പോർഷൻ എല്ലാം തന്നെ വെറുതെ സാറ്റിൻ സ്റ്റിച്ച് കൊണ്ട് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ സിൽക്ക് ത്രെഡ് ഒരു 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയിൽ കുറച്ച് എംപോസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 6 സ്ട്രാൻഡ്സ് കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ ഗോൾഡൻ സരി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ മൈക്രോ ബീഡ്സിൻ്റെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെല്ലാം വീണ്ടും നമ്മൾ ഒന്നും കൂടി ഗം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും മൈക്രോ ബീഡ്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കണം. അതേപോലെ നമ്മൾ ഈ ഒരു ഇലയുടെ ഞരമ്പൊക്കെ കുറച്ചും കൂടി എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു പെപ്ലം ഫ്രോക്കിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രോക്കിൻ്റെ ബോഡി സ്പാർട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ ക്ലോത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഫ്രോക്കാണത്. അതുപോലെ നെക്കിലും സ്ലീവ്സിലും അതേപോലെ തന്നെ താഴെയൊക്കെ ഈ ഒരു ഗ്രീൻ കളർ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ആയിട്ടും അതേപോലെ പെപ്ലത്തിൽ കൊടുത്തിരിക്കുന്നത് പോംപോം ലേസാണ്. ഡാർക്ക് ഗ്രീൻ കളർ പോംപോം ലേസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ ഒരു ഗ്രീൻ കളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റും 2 സൈഡിലായിട്ട് ഗോൾഡൻ കളർ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരുപാട് നാൾ മുമ്പ് ചെയ്തതാണ് കേട്ടോ, കുറേ വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ ഉള്ളൂ. അതുപോലെ സ്ലീവ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഞാൻ ആ ഗ്രീൻ കളറും അതുപോലെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിലോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പോംപോം ലേസ് വെച്ചപ്പോൾ ആ ഒരു പെപ്ലത്തിന് നല്ലൊരു എടുപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് ഒരു ടൈ വെച്ചിട്ട് കെട്ടാനുള്ള ഓപ്ഷനായിരുന്നു. അതിൻ്റെ 2 സൈഡിലും ഓരോ ഫ്ലവർ വെച്ച് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇനി മോളിൽ ഇട്ടിട്ട് ഒരു 1-2 വീഡിയോസും കൂടി ഉണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഇതിലിങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.